ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ എയർപോർട്സ് പ്രോൻ്റെ ഒരു കോപ്പിയാണ്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ സി ടൈപ്പുള്ള മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്നത് 1000 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചത്. നമ്മുടെ അവിടെ ഷോപ്പിൽ പിന്നെ ഓൺ ഓഫർ വന്നപ്പോൾ നമുക്ക് 500 രൂപയ്ക്ക് കിട്ടും. 500 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, അവർ 1000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ ഷോപ്പിലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ബോക്സൊക്കെ വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സി ടൈപ്പിൽ നിന്ന് ഒറിജിനൽ സർട്ടിഫൈഡ് ടൈപ്പ് സി പോർട്ടിൽ നിന്നാണ്. പിന്നെ ANC സ്റ്റിക്കറൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മെയിനായിട്ട് പിന്നെ ഈ സൈഡിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ഇതിൻ്റെ ഒറിജിനൽ ആപ്പിളിൻ്റെ എയർപോർട്സിൽ കൊടുക്കണ പോലെ അവർ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആപ്പിളിൻ്റെ ലോഗോ തന്നെയുണ്ട്. പിന്നെ ഇവിടെ ആപ്പിൾ എയർപോർട്സ് പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ റേറ്റിൻ്റെ ശരിക്കുള്ള ഒറിജിനലിൻ്റെ റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കോപ്പിയാണ്. പിന്നെ നമുക്ക് ബോക്സ് കണ്ടറിയാം കോപ്പിയാണെന്ന്. പിന്നെ ഇതിൽ ആദ്യം പിന്നെ കുറേ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ കൂടെ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കുറേ അഴുക്കുകളുണ്ടായിരുന്നു. അതൊക്കെയാണ് കാണുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ആദ്യം ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ നിന്ന് മേടിച്ചിട്ട് പിറ്റേ ദിവസം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ പോക്കറ്റിൽ നിന്ന് പോയി. അതെനിക്ക് ഓൺ ഓഫറിൻ്റെ സമയത്ത് 500 രൂപ കിട്ടിയതാണ്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാണ് ഇപ്പോൾ മേടിച്ചത്. ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ കാണാം. അപ്പോൾ ഈ ഫുൾ ടാപ്സൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിരുന്നു. ടാഗിനെ പറിച്ച് ഒറിജിനൽ ആപ്പിളിൻ്റെ അൺബോക്സ് ചെയ്യണ പോലെ അത് കീറി ഇങ്ങനെ എടുക്കാൻ പറ്റും. കീറിയാലേ പെട്ടി തുറക്കുള്ളൂ. അതേപോലെയൊക്കെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെല്ലാം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എയർപോർട്സ് പ്രോ 2nd ജനറേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മാക്സേഫൊക്കെ സപ്പോർട്ടും. പിന്നെ നമ്മുടെ എന്താ പറയുക, ടൈപ്പ് സി ആണ് മെയിനായിട്ട് ഇവർ പറയണ എല്ലായിടത്തും. അപ്പോൾ നമുക്കിതെങ്ങനെയൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെറുതെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ. അപ്പോൾ അത് തുറന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തുറന്നു വരുമ്പോൾ തന്നെ ഇത് ആണ് എൻ്റെ പെട്ടി പറഞ്ഞാൽ. പെട്ടിയിൽ വേറെ ഒന്നും പിന്നില്ല. പെട്ടിയിൽ പിന്നെ അവിടെ തന്നെ ഡിസൈൻ ബൈ ആപ്പിൾ കാലിഫോർണിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. എന്തൊരു സ്റ്റിക്കറാവും എന്തോ ആണത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നീക്കി വെച്ചേക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ട്. അതെങ്ങനെ കണക്ട് ചെയ്യണേന്നൊക്കെ ഉള്ള പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ കുറേ ചില്ലറ ബുക്ക്, അതൊക്കെ വെറുതെ കൊടുത്തേക്കുന്നത്. അതൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട പോലെ ഫീൽ ചെയ്യാം. നമുക്കത് മാറ്റി വെച്ചേക്കാം. പിന്നെ നമ്മുടെ എയർപോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇതിൽ തന്നെ വരണമായിരുന്നു. ഞാൻ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എയർപോർട്ട് ഇപ്പോൾ മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ബാക്കിൻ്റെ ഉള്ളിൽ എന്തിട്ടൊക്കെ ഉണ്ടെന്നാണ്. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ്. എൻ്റെ ആദ്യത്തെ മോഡലിന് എനിക്ക് പേപ്പർ കിട്ടിയായിരുന്നു. ഇത് പ്ലാസ്റ്റിക്കാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചാർജറുണ്ട്. നമുക്ക് ഇത് C2C കേബിളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആ കേബിള്. അപ്പോൾ ഇതാണ് അതിൻ്റെ കേബിൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2C കേബിളാണ്. അപ്പോൾ നമ്മളത് പൊട്ടിച്ചേണ്ടായിരുന്നു. അതിലൊരു കറക്റ്റായിട്ടുള്ള ഒരു ഒറിജിനൽ കൊടുക്കണ പോലെ തന്നെ പേപ്പറിൽ റാപ്പൊക്കെ ചെയ്തായിരുന്നു കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാർജറിനോട് പ്രശ്നമുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ശരിക്കും ഒരു ഒറിജിനലിൻ്റെ ഫീൽ തന്നെയില്ല, പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ചാർജറിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം 2 സെക്കൻഡ് ടൈപ്പ് സി ആണ്. അഡാപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചാർജർ വർക്കാവില്ല. അത് എൻ്റെ അടുത്തുള്ളവരൊക്കെ ഇതേപോലത്തെ ചാർജറുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ഈ ചാർജർ വർക്കാവില്ല. ഈ കേബിൾ വർക്കാവില്ല. ഈ കേബിൾ വെറുതെയാണ്, യൂസ്ലെസ് എന്ന് പറയാം. അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഞാൻ വെറുതെ പൊട്ടിച്ച് നോക്കിയത് അതേപോലെ തന്നെ വെച്ചാൽ അത്
യൂസ്ലെസ് കേബിളാണ് പറയുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയർ ടിപ്പുകൾ തന്നെ ഉണ്ട് കുറേ. അത് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇളകി പോരും, ഇങ്ങനെ കുഴിക്ക് തന്നെ പോരും, എല്ലാം പോകുന്നു, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഈസിയായിട്ട് മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അതിന് മാറ്റി വെച്ചേക്കാം. നമുക്കിനി മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോഡാണ്. എയർപോഡ് നമുക്ക് ഇങ്ങനെ വരണേ. അപ്പോൾ ഞാനിതിൻ്റെ മെയിനായിട്ട് വേറെ കാര്യം പറയാം. നമ്മളിത് പ്ലാസ്റ്റിക്കിൽ നിന്ന് റാപ്പുണ്ട്, അത് ദൂരി. ഇതാണ് നമ്മുടെ എയർപോഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ സ്ക്രാച്ച് ഇട്ടിരിക്കണേന്ന്. ബോഡി ഫുള്ള് സ്ക്രാച്ചാണ് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റഫായിട്ടുള്ള സ്ഥലത്ത്, ഇപ്പോൾ നമ്മുടെ അങ്ങനെ ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ട് പോകാമെന്നുണ്ടെങ്കിൽ റഫായ എന്ത് സ്ഥലത്ത് വെച്ചാലും ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആവും. പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് സ്ക്രാച്ചായി. ഇത് ഒരാഴ്ച ആയിട്ടുള്ളൂ, പക്ഷേ ഇതിങ്ങനെ ഭയങ്കര പെട്ടെന്ന് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് മൊത്തം ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ്. നന്നായിട്ട് ഉരച്ചതല്ല, ഇത് വെറുതെ ഇങ്ങനെ വെച്ചതാണ്. വെറുതെ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യണ പോലെ വെച്ചതാണ്. പിന്നെ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഇത് ഉപയോഗിക്കണമെങ്കിൽ കേസ് ഇടാണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഉരഞ്ഞ് പോയതാണ്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ബോഡിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ചീപ്പ് പ്ലാസ്റ്റിക്, ഭയങ്കര ചീപ്പായതുകൊണ്ടാണ് പെട്ടെന്ന് സ്ക്രാച്ച്. അത് നല്ല ഗ്ലോസൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്ക് വരുന്നുണ്ട്, ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു സ്പീക്കറിൻ്റെ ഇത് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇത് കീച്ചേൻ്റെ കൂടെ പോലത്തെ അല്ല, അങ്ങനത്തെ തൂക്കിയിടാൻ പറ്റിയ സാധനത്തിൻ്റെ ഉള്ളിൽ തൂക്കിയിടാൻ പറ്റിയ സാധനമുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വന്നത്. നമുക്കിതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓപ്പണാവും. അതിൻ്റെ ഉള്ളിൽ എയർപോഡ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ എഴുത്തൊക്കെ വരുന്നുണ്ട്, നമ്മുടെ മോഡൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒറിജിനലാണ്. ഒറിജിനൽ എയർപോഡിൻ്റെ കോപ്പി അടിച്ചിട്ട് അവർ പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അത് തന്നെ കിട്ടുള്ളൂ. ഓണാക്കുമ്പോഴും അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും നമുക്കൊരു ഗ്രീൻ ലൈറ്റ് എത്തുന്നുണ്ട്. പിന്നെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ എനിക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് പെയറാവണം വൈറ്റ് എത്തും. ഞാൻ കാട്ടിയിടാം, കണ്ടോ, ഒച്ച കേൾക്കും. പിന്നെ അത് ചാർജ് തീരുമ്പോൾ നമുക്കത് റെഡ് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പെയർ ചെയ്യണം നോക്കാം. അത് അപ്പോൾ നമുക്ക് ഇത് മെയിനായിട്ട് സപ്പോർട്ട് ആവുന്നത് ഐഫോണിലാണ്. നമുക്ക് ഐഫോണിൽ നോക്കി നോക്കാം. നമുക്ക് ലോക്ക് തുറന്നിട്ട് നമുക്ക് അത് സെറ്റാക്കാം. നമ്മൾ തുറന്നിട്ടുണ്ട്. ഇത് തുറന്നിട്ട് മെയിനായിട്ടുള്ള ഒറിജിനൽ ആപ്പിൾ എയർപോഡ്സ് അതേപോലെ ഇങ്ങനെ തുറന്ന് വെച്ചാൽ മതി. കണ്ടോ, നമുക്ക് എൻ്റെ ഇൻഫോ കിട്ടും. അപ്പോൾ ഇപ്പം എൻ്റെ പേരിൽ എയർപോഡ്സ് പ്രോ എന്ന് പറഞ്ഞ പേര് വന്നിട്ടുണ്ട്. നമുക്കത് എടുക്കാന്നുണ്ടെങ്കിൽ എടുക്കാൻ കിട്ടണില്ല. എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ എയർപോഡ് കണക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫോണായിട്ട്. ഇപ്പോൾ എയർപോഡിൽ ഫുൾ ചാർജ് ഉണ്ട്. ഞാനിപ്പോൾ ഈ കേസ് ഫുൾ ചാർജ് ആക്കിയിട്ട് വെച്ചാണ്. ചാർജിങ് കറക്റ്റ് ഉണ്ടോ? ഞാനിപ്പോൾ ഫുൾ ചാർജ് ആക്കിയിട്ട് എടുത്തുള്ളൂ കേസ്, അതുകൊണ്ട് കറക്റ്റാണ്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ സെറ്റിങ്സിൽ നോക്കി നോക്കാം. കണ്ടോ, ഇതിലിപ്പോൾ കാട്ടുന്നുണ്ട് എയർപോഡ്സ് പ്രോ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാട്ടുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്റ്റഡിൽ ഐപോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പേര് ഇതിൽ കൊടുക്കാൻ പറ്റും. പിന്നെ പിന്നെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാം. പിന്നെ ട്രാൻസ്പെറൻസി മൂടണം. പിന്നെ സിറിയുടെ നോയ്സ് കൺട്രോൾ ഇടാൻ പറ്റും, കറക്റ്റായിട്ട് ഇടാൻ പറ്റും. നോയ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇയർ ഫിറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഇപ്പോൾ നമ്മുടെ ചവിട്ടിലെല്ലാന്നുള്ളതിന് അർത്ഥം അത്രയ്ക്കും നൈസായിട്ട് സെറ്റാകുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾക്കിപ്പോൾ വെളിച്ചം ഫ്ലാഷ് സ്ക്രീൻ മേടിക്കാൻ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഫിറ്റല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇയർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ വെച്ച് കൊടുക്കണം കേട്ടോ. പ്ലേസ് യുവർ എയർപോഡ്സ് ഇൻ ബോത്ത് ഇയേഴ്സ്. ഇപ്പം നമ്മുടെ ഇയർപോഡ് ഇയറിലല്ലാന്നവർക്ക് അറിയാം.
അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ 500 രൂപയ്ക്ക് ഇതൊക്കെ സെറ്റാണ്. സ്പേഷ്യൽ ഓഡിയോ ആണെങ്കിലും ഉണ്ടോ. പ്ലേസ് യുവർ എയർപോർട്സ് പ്രോ ഇൻ യുവർ ഇയേഴ്സ് ആൻഡ് ട്രൈ സ്പേഷ്യൽ ഓഡിയോ. അതൊക്കെ പറക്കാൻ പറ്റും. ഒപ്റ്റിമൈസ് ചാർജിങ്, അങ്ങനെ അതിൻ്റെ സീരിയൽ നമ്പർ, ഇതൊക്കെ വെറുതെ കാട്ടേണ്ടതാണ്. സീരിയൽ നമ്പർ കറക്റ്റായിരിക്കും, വേറെ ഒറിജിനൽ എയർപോർട്സിൻ്റെ ആയിരിക്കും കാട്ടണം. അപ്പം നമുക്ക് ഇതിനിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എയർപോർട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്നിയർ ഡിറ്റക്ഷനൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇതാണ് ഈ എൻ്റെ സെൻസർ. ഇപ്പോൾ ചുവട്ടിൽ വെച്ചാൽ പാട്ട് പ്ലേ ആവും, ചുവട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പാട്ട് പോസും. പിന്നെ ഇതിലൊരു ഷെല്ലൊക്കെ ഉണ്ട്, പിന്നെ ലെഫ്റ്റാണ്. പിന്നെ ഇതിലെ ടച്ച് കൺട്രോൾ പിന്നെ ഉണ്ട്, ഇതിൽ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു വെട്ട് കണ്ടോ അവിടെ. പിന്നെ ഇത് ഡമ്മിയാണ്. ഈ ഒരു സ്പീക്കർ ഗ്രില്ലും ഇതും ഡമ്മി തന്നെയാണ്. പിന്നെ ഇവിടെ ഈ ഒരു പോയിന്റിലാണ് ചാർജ് ആവണേ. എയർപോർട്സിൽ പെട്ടെന്ന് അതിന് സ്ക്രാച്ച് ഒന്നും ആവണില്ല. അത് ചുവട്ടിൽ മാത്രം വയ്ക്കണുള്ളതുകൊണ്ട് പിന്നെ സ്ക്രാച്ച് ആവില്ല. ഇതേപോലെ ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയലായിരുന്നു ആ ഒരു കേസിന്. അപ്പോൾ ഇതേപോലെയാണ് ഇത് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചുവട്ടിൽ വയ്ക്കുമ്പോൾ ഒന്ന് ചുവട്ടി വെച്ചു, നമ്മുടെ വോയിസ് കൺട്രോൾ എങ്ങനെ ഞാൻ കാട്ടിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നോക്കുകയാണെങ്കിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കാട്ടാണെന്നുണ്ടെങ്കിൽ വോയിസ് കൂടുന്നുണ്ട്, സൗണ്ട് കൂടുന്നുണ്ടാണ്. അതുപോലെ തന്നെ സൗണ്ട് കുറയ്ക്കാനും പറ്റും, നമ്മുടെ ഫോൺ കുറയ്ക്കാൻ പറ്റും. ബാക്കി ഐഫോണിൽ ആൻഡ്രോയിഡിലും പറ്റും. പിന്നെ നമ്മുടെ ചേട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ ബാക്ക് എടുത്ത് നമ്മൾ ഇതിൽ നോക്കാന്നുണ്ടെങ്കിൽ ഇതിൽ എൻ്റെ ചാർജ് കാട്ടുന്നുണ്ട്, രണ്ടിൽ ഫുൾ ചാർജ് തന്നെ കാട്ടണം. നമുക്കൊരു പാട്ട് ഇട്ട് നോക്കാം. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടിടാം. ഇപ്പോൾ നമുക്ക് അന്ന് നമ്മൾ ഇട്ടത് സ്പീക്കറിൻ്റെ ഏറ്റവും നമുക്ക് വയറലായി നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ സ്പീക്കറിൻ്റെ ഇട്ടത് വീക്കെൻഡ് സ്റ്റാർ ബൈക്കാണ്. അപ്പോൾ അതിൻ്റെ ആ പാട്ട് നമുക്കിടാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. ഈ ഒരു വേർഷനിൽ അത്യാവശ്യം നല്ല ഒച്ചയുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒച്ച കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചോട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പോസ് കൂട്ടാൻ കഴിയുമ്പോൾ ചോട്ടിയും കൂടി പോസ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഒച്ച കൂട്ടട്ടെ, നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കേട്ടേണ്ടതെന്ന് അറിയില്ല. നമുക്കതാണ് എൻ്റെ വീഡിയോ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഈ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ലൈറ്റ് തരണം കേട്ടോ. കേട്ടോ ലൈറ്റ് എത്തുന്നുണ്ട്. ഇപ്പോൾ ചാർജിങ്ങാണ്. ഇപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചാർജ് ആയിക്കോളും. അടച്ചാലേ ക്ലോസ് ആവുള്ളൂ. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും, കണക്റ്റ് ആവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഫോണിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ അങ്ങനെയാണ് വർക്കാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ എയർപോർട്സിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ തന്നെ 78% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു കണ്ടൻറ് ഉണ്ടാവും. ഇനി ഭാവിയിൽ നല്ല കണ്ടൻറ്റായിട്ട് വരാൻ ശ്രമിക്കാം. നിങ്ങൾ എല്ലാവരും കൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ചെയ്യിക്കുക.